കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറിയുടെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ഒരു ലോകപ്രശസ്തനായ മജീഷ്യനാണ് പ്രദീപ് ഹുഡിനോ. പ്രദീപിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട വേറൊരു കഥാപാത്രമുണ്ട്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, നാട്ടുകാരനാണ്, അയൽവാസിയാണ് പ്രദീപ് ഹുഡിനോ. ലോകത്ത് ഏതാണ്ട് 2500 വേദികളിൽ ഇദ്ദേഹം മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട്. മാജിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സുകളെയൊക്കെ നിഗൂഢമായ ഒരു തലങ്ങളിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു കലയാണ്. ആ കല ലോകത്തിന് പരിചയപ്പെടുത്തിയ നല്ല കലാകാരന്മാരിൽ ഒരാൾ അതാണ് പ്രദീപ് ഹുഡിനോ. പ്രദീപിനെ അറിയണേ കുറേ പഠിക്കാനുണ്ട്. ഇപ്പോൾ തലശ്ശേരിയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നത് നമ്മുടെ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലൂടെയാണ്. മാജിക്കുകാരൻ മാജിക്ക് കളിച്ച് നടന്നാൽ മതിയല്ലോ, എന്തിനാണ് ഹെർമൻ ഗുണ്ടർട്ടിനെ തേടി വരുന്നത് എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ അദ്ദേഹം ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ജന്മനാടായ കാൾവിൽ വരെ എത്തി. അവിടുത്തെ സർവകലാശാലയിൽ പോയി അവിടുത്തെ മലയാളം വിഭാഗത്തേക്ക് കണ്ട് ആ ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് പ്രദീപ് ഹുഡിനോയ്ക്ക്. അപ്പോൾ പ്രദീപ് ഹുഡിനോ എന്ന മജീഷ്യനെ, ഹുഡിനോ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് സമ്മാനിച്ചത് നമ്മുടെ ബേപ്പൂർ സുൽത്താനാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് അതൊരു രസമാണ്, ഒരു ഹരമാണ്. വായനയുടെ പുതിയ ലോകം നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അയൽവാസിയും പ്രിയ ശിഷ്യനും അദ്ദേഹത്തെ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നടന്നിട്ടുള്ള പ്രദീപ് ഹുഡിനോടൊപ്പാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. പ്രേക്ഷകർക്കും ഒപ്പം പ്രദീപ് ഹുഡിനോയ്ക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. പ്രദീപ് ജി, എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ സന്തോഷം. താങ്കളെ തലശ്ശേരി വെച്ചാണ്, താങ്കൾ കോഴിക്കോടുകാരനാണ് അല്ലേ? അതെ. താങ്കളെ തലശ്ശേരി വെച്ചാണ് നമ്മൾ കാണുന്നത്. താങ്കൾ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ സഞ്ചാരത്തിന്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിൽ എത്തുന്നത് അല്ലേ? അപ്പൊ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളെ ശരിക്കും നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ ജനങ്ങൾക്ക്? ശരിക്കും ജനിച്ചത് ബേപ്പൂർ സുൽത്താൻ നാട്ടിലാന്ന് പറയുന്നത്, കോഴിക്കോട്. അവിടെയാണ് മാതാപിതാക്കൾ എല്ലാം കോഴിക്കോട് ബേപ്പൂരുകാരാണ്. ബേപ്പൂർ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് പ്ലേസ് ആണ് അല്ലേ? ആ പേര് പറയുമ്പോൾ തന്നെ ലോകത്തെ എഴുത്തുകാരുടെ മനസ്സിലേക്ക്, വായനക്കാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുക ബേപ്പൂർ സുൽത്താൻ. താങ്കളുടെ മാതാപിതാക്കളുടെ പേര്? അച്ഛൻ വേലായുധൻ, അമ്മ സരോജിനി. അവരെന്ത് ചെയ്യുന്നവരായിരുന്നു? അവർക്ക് എന്തായിരുന്നു? അച്ഛൻ ഒരു സാധാരണ ഒരു റേഷൻ ഷോപ്പ് തൊഴിലാളിയായിരുന്നു. പിന്നെ കുറച്ചു കാലം റേഷൻ ഷോപ്പ് നടത്തി. അങ്ങനെയൊക്കെ അമ്മ ഹൗസ് വൈഫായിരുന്നു. പക്ഷെ അമ്മ വേറൊരു ഭാഗ്യം, അതായത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാര്യയായിട്ടുള്ള ഫാബി ബഷീറിൻ്റെ കളിക്കൂട്ടുകാരി. അമ്മയുടെ പേരെന്തായിരുന്നു? സരോജിനി. അച്ഛൻ വേലായുധൻ സരോജിനി ദമ്പതികളിലെ എത്ര മക്കളായിരുന്നു നിങ്ങൾ? 2 പേര്. ഒരാൾ എന്താണ് ചെയ്യുന്നത്? മൂത്തത് ജ്യേഷ്ഠനാണ്. എന്താ പേര്? അദ്ദേഹം സബീഷ് കുമാർ എന്നാണ്. എന്ത് ചെയ്യുന്നു അദ്ദേഹം? ഇലക്ട്രോണിക്സ് ബിസിനസ്സിലായിരുന്നു. ടെലിവിഷൻ അതുപോലെയൊക്കെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. കോഴിക്കോട് ഇലക്ട്രോണിക്സ് വില്ലേജ് എന്നുള്ള പേരിൽ പഴയ കാലത്ത് വളരെ പ്രസിദ്ധമായ സ്ഥാപനം നടത്തിയിരുന്നു. ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. താങ്കള് പഠനമൊക്കെ എവിടെയായിരുന്നു വിദ്യാർത്ഥി? ഞാൻ നടുവട്ടത്ത് LP സ്കൂൾ, അതിനുശേഷം ബേപ്പൂർ ഹൈസ്കൂൾ, ശേഷം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഈ വിദ്യാർത്ഥി കാലഘട്ടമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥി കാലഘട്ടത്തെ അങ്ങനെ വലിയ അടയാളപ്പെടുത്തത്തക്കതൊന്നുമില്ല. ആർട്സ് കോളേജിൽ എത്തുമ്പോഴത്തേക്കാണ് ജീവിതത്തിൽ, അതായത് അതുവരെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളുകളായിരുന്നു. അപ്പോൾ ഇലയണങ്ങിയാൽ വീട്ടിൽ വിവരം എത്തുമെന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പഠിച്ചത്. ആർട്സ് കോളേജിൽ എത്തുമ്പോഴത്തേക്ക് ആർട്സ് കോളേജിൽ എത്തുമ്പോൾ ഒരു ആർട്സ് കോളേജിൻ്റെ ഒരു ഹിസ്റ്റോറിക് ഇവൻറ്റിലാണ് നമ്മൾ അവിടെ എത്തുന്നത്. അതായത് ഒരു പക്ഷേ കേരളത്തിലെ കോളേജുകളുടെ ചരിത്രത്തിൽ 2 മാസക്കാലം തുടർച്ചയായിട്ട് സമരം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് ചെല്ലുന്നത്. പ്രീ ഡിഗ്രിക്ക് ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിലെത്തുന്ന സമയത്ത് വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനക്കാർ വരികയും, അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവുക. സാധാരണ സമരം വന്നിട്ട് സമരക്കാർ കുട്ടികളെ ഇറക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റിയ അന്തരീക്ഷം ഇല്ലെങ്കിൽ ക്ലാസ്സിൽ നിൽക്കേണ്ടെന്ന് അവരുടെ യൂണിയൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ 2 മാസക്കാലം ഒരു തുടർച്ചയായ സമരം, ആർട്സ് കോളേജിൻ്റെ പ്രേംനാഥ് സമരം എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥിയെ പിരിച്ചുവിട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. അത് ഒരു പ്രമാദമായ സമരമായിരുന്നു. അപ്പോൾ അത്
നമ്മൾ ഈ മറ്റേ അടച്ചുപൂട്ടിയ സ്കൂൾ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കുള്ള ഒരു വലിയൊരു സമരത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. താങ്കൾ എപ്പോഴാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണുന്നത്? എത്ര വയസ്സുള്ളപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ യഥാർത്ഥത്തിൽ ഫസ്റ്റിൽ കാണുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ 7ലോ 8ലോ മറ്റോ പഠിക്കും. താങ്കൾക്ക് എത്ര വയസ്സുള്ളപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ താമസം തുടങ്ങിയിട്ടുണ്ടാവും? താങ്കളൊക്കെ ജനിക്കുന്ന സമയത്താണോ അതോ? അല്ല, അത് കഴിഞ്ഞൊക്കെയാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് ഞാൻ ശരിക്കും കാണുന്ന സംഭവം വളരെ വ്യക്തമായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് അന്ന് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത്ര നമുക്ക് അറിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ മകള് ഞങ്ങളുടെ സ്കൂളിൽ ചേർത്തി. അപ്പം ഏതാണ്ട് മകളുടെ പേര് ഷാഹിന. അവരിപ്പം മറ്റേ DC ബുക്സിൻ്റെ മാനേജറാണ്. അപ്പോൾ അവരെ എന്തോ കുട്ടികളാരോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പല രസകരമായ കഥാപാത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേരൊക്കെ പറഞ്ഞ് എന്തോ കളിയാക്കിയിരുന്നു. ഷാഹിനെ കളിയാക്കി. അപ്പോൾ ഷാഹിന ഞാൻ ടാറ്റ വരാതെ ഇനി സ്കൂളിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീർ ഷാഹിനോട് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു നെടുതായിട്ട് നല്ല വെള്ളയൊക്കെ ഇട്ടിട്ട് കാലൻ കൊട ഒക്കെ ആയിട്ടൊരു മനുഷ്യനിങ്ങനെ വരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പറയുന്നുണ്ട് അതാണ് ബഷീർ എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ. വൈക്കം മുഹമ്മദ് ബഷീറിനെ അതാ ബഷീർ ടാറ്റാന്ന് ഷാഹിനെ വിളിക്കുന്നത് കഥാപാത്രങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ ഓർമ്മ. അതാണ് താങ്കളൊരു മജീഷ്യൻ എന്ന നിലക്കുള്ള ഒരു ചിന്ത. സാധാരണ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പല ജോലി നേടുക, പെട്ടെന്ന് പഠിക്കുക, സർക്കാർ ജീവനക്കാരനാകുക, ഈ നിലക്കൊക്കെയാണല്ലോ ആൾ ചിന്തിക്കുക. ഒരു മജീഷ്യൻ എന്ന ഒരു ചിന്ത എപ്പോഴാണ് താങ്കളുടെ മനസ്സിൽ വരുന്നത്? അത് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗവൺമെൻറ് UP സ്കൂൾ, അതായത് ഞങ്ങൾ ഒരു പെറ്റ്നയുമായിട്ട് ചേനോത്ത് സ്കൂൾ എന്ന് അവിടെ വിളിപ്പേരുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഏതാണ്ട് വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ, ഒരു 400 മീറ്റേഴ്സ് ഉണ്ടാവും, അത്ര അടുത്താണ്. അപ്പോൾ അവിടുന്ന് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന ഇടവഴിയുടെ അടുത്തായിട്ട് റോഡിൽ കുറേ ആൾ കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ഒരു കൗതുകത്തിൽ അങ്ങനെ ആളുകളുടെ ഇടയിലൂടെയൊക്കെ ഒന്ന് നോക്കിയ സമയത്താണ് അവിടെ ഒരു എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് മാന്ത്രിക വിദ്യയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ അതിൽ അദ്ദേഹം, ഞാൻ എൻ്റെ ഓർമ്മയിൽ അന്നേരം കണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു ചിരട്ട, നല്ല ഭംഗിയായിട്ട് മിനുക്കിയെടുത്തൊരു ചിരട്ട അവിടെ കമഴ്ത്തി വെക്കുന്നു. ശേഷം ഒരു തുണിയുടെ കറുത്ത ഒരു ചെറിയൊരു പന്ത്, നമ്മുടെ കോട്ടീൻ്റെ ഒക്കെ അത്രയുള്ള, ഇതെടുത്തിട്ട് അയാൾ ആകാശത്തേക്ക് എറിയുന്ന സമയത്ത് അത് കാണാണ്ടാവുന്നു. എന്നിട്ട് ഇത് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്തുണ്ട് ഈ പന്ത്. അതെടുത്ത് ഇയാളുടെ ബാഗിലേക്ക് വെക്കുന്നു. വീണ്ടും തുറക്കുമ്പോൾ വേറൊരു പന്ത്. ഇങ്ങനെ ഒരു വളരെ വിസ്മയകരമായൊരു സംഭവം. അത് പിന്നീട് അതായത് വളരെ പ്രസിദ്ധമായ ഇന്ത്യൻ കപ്സ് ആൻഡ് ബോൾ, അതിൻ്റെ ഒരു പ്രിമിറ്റീവ് രൂപമാണ് അത് അവിടെ അവതരിപ്പിക്കുന്നതെന്ന് പിന്നീട് മാജിക്കിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ ഇരുന്നൊരു സ്ഥലത്തിൻ്റെയോ ഈ അദ്ദേഹത്തിന് പറ്റിയ ചെറിയൊരു വേഗത കുറവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടിയായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഈ ബോൾ എടുത്തിട്ട് ഇയാൾ ബാഗിനകത്തേക്ക് ഇടുന്നു. അതിനുശേഷം വീണ്ടും തുറക്കുന്ന സമയത്ത് അവിടെ കാലിയായി കാണുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അന്നേരം ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു. ഈ ബോൾ ഇദ്ദേഹം ബാഗിലിടുന്നത് പോലെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എടുക്കുമ്പോൾ അതേ ബോൾ തന്നെയാണ് കാണുന്നത്. അതെനിക്ക് കൗതുകമായിട്ട് എൻ്റെ തലയിൽ അങ്ങോട്ട് ഇംപ്രിൻ്റായിപ്പോയി. അപ്പം ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് നമുക്കിത് അറിയാത്തത് കൊണ്ട് ആവുന്നില്ല, പക്ഷേ സംഭവം ഇതാണ് എന്ന് മനസ്സിലായി. അങ്ങനെ മാജിക് എന്നുള്ള കലനോട് നമുക്ക് എന്താണ് ഒരിക്കൽ വൺസ് ബീറ്റൺ എന്നൊക്കെ പറയില്ലേ, അതായത് ആ കല എൻ്റെ തലച്ചോറിൽ ഇംപ്രിൻ്റായി. അതാണ് ഫസ്റ്റ് സ്പാർക്ക്. അതാണ് ഈ ഷാഹിന നിങ്ങളെ ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്? അല്ല, എൻ്റെ ജൂനിയർ ആയിരുന്നു. അപ്പോൾ പിന്നീട് ബഷീർ സ്കൂളുകളിലൊക്കെ വരുന്ന നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? പിന്നെ 1-2 പ്രാവശ്യം സാഹിത്യ സമാജോദ്ഘാടനം അങ്ങനെയൊക്കെ വന്നിരുന്നു. എപ്പോഴാണ് നിങ്ങൾ വയലാൽ വീട്ടിലേക്ക് പോകുന്നത്? മാംഗോസ്റ്റിൻ മാവിൻ്റെ ചുവട്ടിലിരിക്കുന്ന ബഷീറിനെ കണ്ട ആ വീട്ടിലേക്ക് പോകുന്നത് എപ്പോഴായിരുന്നു ശരിക്കും? ഞാൻ ഒരു മാജിക് പെർഫോമൻസ് നാട്ടിൽ നടത്തിയിരുന്നു. എത്രാം വയസ്സിൽ? അപ്പോൾ കോളേജ് കഴിഞ്ഞിട്ടാണ്. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ നാട്ടിലെ ഒരു കുട്ടികളുടെ ഓണാഘോഷത്തിന് ഞാൻ ഈ ആളുകളൊന്നും അറിയാതെ ഈ
ചെറുപ്പം മുതലേയുള്ള ഈ കൗതുകം, പിന്നെ സ്കൂളുകൾ ഉയർന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചില വിദ്യകളൊക്കെ ഇങ്ങനെ വായിച്ചും അതായത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് ആദ്യം മുതലേ തിരിഞ്ഞില്ല ഈ ഫസ്റ്റ് സ്പാർക്ക് കാരണം. ഇതെന്തോ ദിവ്യമായ അല്ലെങ്കിൽ മനുഷ്യാതീതമായ സാധനമാണ് എന്നുള്ളൊരു തോട്ടിൻ്റെ എനിക്കങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇത് ചിലവരുടെ കൈവേഗതയും കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും പിന്നെ ഈ സ്കൂളുകളിൽ അക്കാലത്ത് ഒറ്റപ്പെട്ടൊക്കെ ഇങ്ങനെ മജീഷ്യൻസ് വരികയും പെർഫോം ചെയ്യാറുണ്ട്. അന്നേരമൊക്കെ വളരെ കൗതുകപൂർവ്വം പോയി നിൽക്കുകയും അതെങ്ങനെയായിരിക്കും എന്ന് മനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് കോളേജിലെത്തിയപ്പോഴാണ് ഇതിന് കുറച്ചുകൂടി വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. പക്ഷേ ഇന്നത്തെ പോലെ അന്ന് മാജിക്കിന് അടുത്തറിയാൻ മറ്റ് അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കോളേജിൽ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു 1977 ഡിഗ്രിക്ക് പഠിക്കും. ചെറുതായിട്ട്. അപ്പോൾ ഞാൻ ഫിസിക്സ് ആയിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ സയൻസ് വിദ്യാർത്ഥികൾ പൊതുവെ സാധാരണ ലീഡർഷിപ്പിലേക്ക് വരാറില്ല. അവർ പഠിച്ച ഡോക്ടർ എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയർമാനായ സമയത്ത് വളരെ അപൂർവമായൊരു അവസരം വന്നു വിട്ടു. ഒരു ദിവസം ഒരു മനുഷ്യൻ, ഒരു വലിയ നല്ല അത്യാവശ്യം ഒരു 6 അടീൻ്റെ മുകളിൽ പൊക്കമുള്ളൊരു മനുഷ്യൻ ഒരു സൈക്കിൾ ചവിട്ടിയിട്ട് കോളേജിനകത്തേക്ക് വരും. അപ്പോൾ ഇയാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് തോന്നും. ഒരു വലിയ ഓഫീസറൊക്കെ മാതിരിയുണ്ട്. സൈക്കിളിലാണ് വരുന്നതെങ്കിലും ഇയാളൊരു അപ്പോൾ അയാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പ്രിൻസിപ്പലിൻ്റെ റൂം എന്താണ്, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മുകളിലാണ്, എന്താണ് എന്ന് ജസ്റ്റ് കാഷ്വലായിട്ട് അന്വേഷിച്ചു. എന്തായാലും ആ സൈക്കിളിൽ വന്ന ആരോഗ്യദൃഢനായ ആ മനുഷ്യൻ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ ചോദിച്ചു. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞു ഐ എം ദി ചെയർമാൻ, കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ്റെ ചെയർമാൻ. എങ്കിൽ താങ്കൾ കൂടി വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെയും കൂടി കൂട്ടിയിട്ട് നേരെ പ്രിൻസിപ്പലിൻ്റെ അടുത്തേക്ക് പോയിട്ട് അയാൾ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈസ് എ മജീഷ്യൻ. അപ്പോൾ അയാളൊരു റിട്ടയർഡ് നേവൽ ഓഫീസറാണ്. വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹം വളരെ ഗംഭീരമായ ഇംഗ്ലീഷ് വിദഗ്ധനായിരുന്നു, നല്ല സംസാരമായിരുന്നു. സാധാരണഗതിയിൽ പുള്ളി മലയാളത്തിൽ സംസാരിക്കും, പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മൂപ്പരെ പിടിച്ചാൽ അങ്ങനെ അതേ രീതിയിൽ. അപ്പോൾ ഇദ്ദേഹവും തമ്മിൽ സംസാരിച്ച് അങ്ങനെ അവരുടെ മുന്നിൽ ഈ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു മജീഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ണം കയറെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പ്രിൻസിപ്പലിൻ്റെ അവിടെ മേശപ്പുറത്ത് ഒരു കത്രിക ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ബാഗിൽ നിന്നൊരു കഷ്ണം കയറെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു. കട്ട് ചെയ്തു, ചുരുട്ടിയിട്ട് ചുമ്മാ ഒരു ആക്ഷൻ കാണിച്ച സമയത്ത് കയറ് പഴയതുപോലെ. അപ്പോൾ എനിക്കും പ്രിൻസിപ്പൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം അയാൾ വന്നതിൻ്റെ ആവശ്യം പറഞ്ഞു ഇങ്ങനെ കോളേജിലൊരു മാജിക് പെർഫോമൻസിനാണ്. പ്രിൻസിപ്പൽ ഓൾറെഡി കൺവിൻസ്ഡ് ആയി കഴിഞ്ഞു. ഈ കയർ കട്ട് ചെയ്തതിലൂടെ തന്നെ കൺവിൻസ് പ്രിൻസിപ്പൽ വീണു. അപ്പം ഈ കാര്യം പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു. സോ അയാളുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു മാജിക് ഷോ കോളേജിൽ അറേഞ്ച് ചെയ്യാനുള്ള അവസരം കിട്ടി. അതൊരു അസുലഭമായ അവസരമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്ന് കോളേജിൽ ഓഡിറ്റോറിയം ഇല്ലായിരുന്നു. ഇപ്പോൾ 2-3 ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 20% കുട്ടികളെയൊക്കെ അഡ്മിറ്റ് ചെയ്യത്തക്ക രൂപത്തിലുള്ള സംവിധാനമാണ്. അപ്പോൾ അവിടെ അന്ന് 2 ദിവസങ്ങളിലായിട്ട് 5 ഷോസ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഈ 5 ഷോയിൽ ഇതിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള നിലക്ക് ഞാൻ ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. അപ്പോൾ അതിൽ നിന്ന് 1ഉം 2ഉം തവണയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് സംബന്ധിച്ച് നമ്മൾ ചില ലോജിക്കൽ കൺക്ലൂഷനിലെത്തി, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ അതൊരു അവസരമായിരുന്നു. അതിനുശേഷം പിന്നീട് കോളേജിൽ നിന്ന് പഠിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഒരു പ്രമുഖ യുക്തിവാദിയായിരുന്ന A.T. കോവൂർ ആ കാലത്ത് അദ്ദേഹം അന്ന് ശ്രീലങ്ക സിറ്റിസൺഷിപ്പ് എടുത്തിരുന്നു. എന്നിട്ട് പിന്നെ വർഷത്തിലൊരിക്കലും ഒരു ഓൾ ഇന്ത്യ പര്യടനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് വന്നിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കോഴിക്കോട് ടാഗോർ സെൻറ്റിനറി ഹാളിൽ ഒരു വലിയ വിപുലമായ പ്രോഗ്രാം. അതിൽ ഹിപ്നോട്ടിസം,
മാജിക്. അപ്പോൾ ഹിപ്നോട്ടിസം എന്താണ് ഹിപ്നോട്ടിസം എന്നൊക്കെ സയൻറ്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിക്കുകയും പിന്നെ ഇതുപോലെ മാജിക്കും ഒക്കെ കാണിക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു അവയർനെസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ മാജിക്കും ഹിപ്നോട്ടിസവും കുറേ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു ഓണക്കാലത്ത് 1982 ഓണക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളുടെ ഓണാഘോഷ പരിപാടി ഉണ്ടാവാറുണ്ട്. ഒരു കല്ലിങ്ങൽ എന്ന് പറഞ്ഞ. അപ്പം ഞാൻ അതിൻ്റെ സംഘാടകരായ ആളോട് പറഞ്ഞു, നമുക്ക് ഈ പ്രാവശ്യത്തെ പരിപാടിക്ക് എന്തെങ്കിലും ഒരു പുതുമയുള്ളൊരു കാര്യം ഏർപ്പെടുത്താം, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മാജിക് ഷോ ഏർപ്പെടുത്താം. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു, ആരാണ് നമുക്കിപ്പോൾ മജീഷ്യനെ സംഘടിപ്പിക്കേണ്ടത്, അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഈ ഒരു താല്പര്യമുള്ളത് ഇറ്റ്സ് ഓൺലി മാത്രമേ. അപ്പം അങ്ങനെ ആ ഓണാഘോഷത്തിനാണ് ആദ്യത്തെ എൻ്റെ പെർഫോമൻസ്. എന്തായിരുന്നു അന്ന് പെർഫോം ചെയ്തത്? അന്ന് കുറച്ചൊരു എനിക്ക് തോന്നുന്നു, അതായത് ഒരു 1-1.25 മണിക്കൂർ വരുന്ന ഷോസ്. അതിൽ കുറച്ച് പ്ലേയിങ് കാർഡ്സ്, അതുപോലെ കയറ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചെറിയ സാധാരണ സാമഗ്രികൾ ഉപയോഗിച്ച് കുട്ടികളുടെ അതെ. പിന്നെ കുറച്ച് ഹിപ്നോട്ടിക് ഷോസും എല്ലാം. അപ്പം അവിടെ ഒരു ഷോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഒരു 50% പോലും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ. കാരണം ആദ്യം ഇത് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ കുറേ പ്ലാനുകളുണ്ടായിരുന്നു. ഇതിനോട് അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് ചുരുങ്ങി ഒരു 50% പോലും ഇല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ഷോ കണ്ട ആളുകൾ എന്നോടുള്ള പേഴ്സണൽ താല്പര്യം കൂടി വെച്ച് വളരെ ഗംഭീരമായിരിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്തു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിങ് ആയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോലും ഒരു നല്ല അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഇപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാൻ എന്നുള്ളൊക്കെ നിലക്കൊക്കെ ഉള്ള ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാനോ അത്യാവശ്യം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനോ ഒക്കെ അറിയാവുന്നതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് വളരെ സജീവമായിട്ട് ടേക്കപ്പ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യം തീരുമാനിക്കുന്നത് 82-ൽ. പിന്നീട് ഇപ്പം ഈ ഒരു പെർഫോമൻസ് ഞാൻ ചെയ്തെങ്കിലും ഈ മാജിക്കിൻ്റെ ലോകത്ത് എന്താന്ന് പറഞ്ഞാൽ പുതിയൊരാളെ എൻ്റർ ചെയ്യിക്കാൻ ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് അന്ന് തീരെ സാധ്യതയില്ല. അല്ലല്ല, മുതുകാടൊന്നും അന്ന് ഇല്ല. അല്ല, ഇവിടെ ഇപ്പം അന്ന് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക, ഒരു ഇടവേളയിലാണ് ഞാൻ വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അന്നേരം മാജിക് പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിരുന്നു എവിടെന്നെങ്കിലും? ഇല്ല, ഞാൻ എൻ്റെ ഡെവലപ്പ് ചെയ്ത സാധനമാണ്. അന്ന് അക്കാഡമികളൊന്നുമില്ല, ഒന്നുമില്ല. അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന മജീഷ്യൻ ആരാണ്? എൻ്റെ വാഴകുന്നമാണ്. വാഴകുന്നത്തിൻ്റെ പെർഫോമൻസ് കാലം ഏതാണ്ട് അവസാനിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ വാഴകുന്നത്തിന് അന്ന് പ്രായമായിട്ട് അന്ന് മുതുകാടൊന്നും വന്നിട്ടില്ല. ഇല്ല, മുതുകാടൊക്കെ പിന്നീട് അതിൻ്റെ ശേഷമാണ് വരുന്നത്. ആ വാഴകുന്നം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സ്റ്റേജ് ഷോ ഒക്കെ കാര്യമായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാലമൊക്കെ പെർഫോം ചെയ്യുകയും അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിനൊരു സംഘം അനുയായികളുണ്ട്. അപ്പോൾ അദ്ദേഹം വേദിയിൽ വന്ന് എന്തെങ്കിലും ഒരു വിദ്യ കാണിക്കും, എന്നിട്ടൊരു കസേല ഇട്ടിട്ട് സൈഡിൽ അവിടെ ഇരിക്കും, ബാക്കി ശിഷ്യന്മാർ കാണിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു അദ്ദേഹം ഇങ്ങനെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാന സ്റ്റേജ് പെർഫോമറാണ് പ്രൊഫസർ ഭാഗ്യനാഥ്. പ്രൊഫസർ എന്നല്ല, ഭാഗ്യനാഥ്. അതായത് പ്രൊഫസർ എന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല ഭാഗ്യനാഥ്. അതായത് ഈ ഭാഗ്യനാഥ് ആക്ച്വലി വാസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഇംഗ്ലീഷ്, കോളേജ് ലെക്ചറൊക്കെ ആയിരുന്നു. പക്ഷെ നാട്ടിൻ പുറത്തെ സാധാരണ മജീഷ്യന്മാരൊക്കെ പ്രൊഫസർ എന്ന പേരിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം ബോധപൂർവം പ്രൊഫസർ എന്ന് ഉപയോഗിച്ചിരുന്നില്ല. മിസ്റ്റീരിയസ് ഭാഗ്യനാഥ് എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത്. അപ്പോൾ അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന തലമുറയിലാണ് RK മലയത്ത്, പിന്നെ ഒരു എറണാകുളം ആ ഭാഗത്തേക്കൊക്കെ ഒരു ജൂനിയർ മാൻഡ്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മജീഷ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിലേക്കാണ് താങ്കൾ കടന്നു. എപ്പോഴാണ് ഒരു പ്രൊഫഷണലായിട്ടൊരു വേദി താങ്കൾ പങ്കെടുക്കുന്നത്? പിന്നീട് ആ കാലഘട്ടത്തിൽ എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. അതായത് അന്ന് ഒരു പ്രൊഫസർ
പ്രേമാനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരു യുക്തിവാദ പ്രചാരകൻ ഉണ്ടായിരുന്നു, ബി പ്രേമാനന്ദ്. അദ്ദേഹം മജീഷ്യനായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി ദിവ്യാത്ഭുത അനാവരണം, ഡിവൈൻ മിറാക്കിൾ ദൈവത്തെ പൊളിക്കലാണ് പരിപാടി. അതായത് ദൈവത്തെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കള്ളത്തരങ്ങളെ പൊളിക്കുക. തുറന്നു. ഈ മജീഷ്യന്മാരൊക്കെ പൊതുവെ യുക്തിവാദികളാണോ? ഒരു വലിയൊരു ശതമാനമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ താങ്കൾ യുക്തിവാദിയാണോ? യുക്തിവാദി എന്ന് പറഞ്ഞോടെ ഞാനൊരു അന്വേഷണാത്മക ആണ്. ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ്. കിട്ടിയോ? ഇല്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താ അതിന്റെ താങ്കളുടെ രൂപം എന്താണ്? താങ്കളുടെ ഈ മജീഷ്യൻ ഈ 42 വർഷമായല്ലോ, എന്താണ് താങ്കൾ ദൈവം എന്ന സങ്കല്പത്തെ കുറിച്ച്? അല്ല, ദൈവം എന്നുള്ള പറയുന്ന സങ്കല്പം എന്താണെന്ന് പറയുന്ന ആളുകൾക്ക് അറിയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. കാരണം ദൈവം എന്ന് പറഞ്ഞ് കാണിക്കുന്ന കോപ്രായങ്ങൾ, അതായത് ദൈവം എന്ന് പറയുന്നത് മനുഷ്യന് കുറേ പരിമിതികളുണ്ട്. ആ പരിമിതികളെ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാനസിക ആശ്വാസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതിനെ ഒരു മെറ്റീരിയലൈസ് ചെയ്ത് കാണുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അപ്പോൾ ദൈവത്തിന് രൂപവും ഭാവവും ഒക്കെ നൽകുന്നത് അതൊരു കോൺസെപ്റ്റ് കൊണ്ടു നടക്കുന്നു എന്നേ ഉള്ളൂ, അല്ലേ? അതാണ്. അപ്പം അതിന് പക്ഷേ നമ്മൾ പല രൂപങ്ങൾ കൊടുത്തുണ്ടാക്കുന്ന കോപ്രായങ്ങൾ. അപ്പം അത് ഒരിക്കലും ഈ കാലത്തൊക്കെ താങ്കളുടെ പേര് വെറും പ്രദീപ് എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രദീപ് എന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇന്ദ്രജാൽ പ്രദീപ് എന്നാണ് ആദ്യം. അങ്ങനെ ഇന്ദ്രജാൽ പ്രദീപൻ, പ്രദീപുണ്ടോ? പ്രദീപ്. ആ പ്രദീപ് ഹുഡിനോ ആകുന്നത് എങ്ങനെയാണ്? അതായത് ഈ മാജിക്കിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഇരുമ്പ് മറക്കപ്പുറത്താണ്. എനിക്ക് ഭാഗ്യവശാൽ ഈ പ്രേമാനന്ദ് സാറുമായിട്ട് പരിചയപ്പെടാൻ കഴിയുകയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അക്കാലത്ത് ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ് എന്ന് പറയുന്ന ലോക മാന്ത്രികരുടെ ഒരു സംഘടനയുണ്ട്. അത് വളരെ ഓപ്പണായിട്ട് പുതിയ ആളുകളൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന. കാരണം ഇന്ത്യയിൽ പക്ഷേ അതിന് അത്തരത്തിലുള്ളൊരു മുഖമില്ല. വേൾഡ് ഓവർ മാജിക്കിനെ വ്യാപകമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഈ ദയാൻ സാറായിരുന്നു, അതായത് പ്രേമാനന്ദിൻ്റെ ബ്രദർ. അപ്പോൾ പുള്ളിയായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയും അതുവഴി ഒരു വലിയ മാജിക്കിൻ്റെ ലോകം തന്നെ തുറന്നു കിട്ടുകയും ചെയ്തു. കാരണം പുള്ളിയുടെ അടുത്ത് മാജിക്കിൻ്റെ ഒരു അതിവിപുലമായ പുസ്തക ശേഖരം, അതുപോലെ മാജിക് മെറ്റീരിയൽസ്, സാധാരണ മാർക്കറ്റിലൊന്നും ലഭിക്കാത്ത മാജിക് മെറ്റീരിയൽസ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അദ്ദേഹത്തിൻ്റെ പോത്തന്നൂർ, തമിഴ്നാട്ടിലെ പോത്തന്നൂരായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് റെഫർ ചെയ്യാനുള്ളൊരു സൗകര്യം. സാധനങ്ങൾ പുറത്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല, നമുക്ക് അവിടെ പോയിട്ട് റെഫർ ചെയ്യാം. അതിൽ ചില സാധനങ്ങൾ അദ്ദേഹം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള, അതായത് മജീഷ്യൻസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. അപ്പം അത് മാജിക്കിൻ്റെ അതുവരെയുള്ള നമ്മളുടെ മുഴുവൻ ധാരണയും മാറ്റിമറിക്കുന്ന ഒരു വിപുലമായ ലോകത്തേക്ക് താങ്കൾ എത്തിപ്പെട്ടു. അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ ശരിക്കും ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക്, പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൂടെ ഒരു എന്താ പറയുക, ഒരു നമ്മളെ ഒരു തൊഴിലായി തന്നെ എടുത്തു. അല്ല, തൊഴിൽ എന്ന് പറഞ്ഞാൽ ഒരു പാഷനായി ഇതിലേക്ക് അങ്ങോട്ട് കടന്നു വരികയും. അപ്പോൾ ആ കാലത്താണ് പിന്നെ മറ്റ് കുറേ യുവമാന്ത്രികന്മാർ, അന്നേരമൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ ഈ മുതുകാടൊക്കെ രംഗത്ത് വരുന്നത്. അതായത് മുതുകാട് അതിനും കുറേ മുമ്പ് ഈ RK മലയത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം സ്വന്തമായിട്ട് ഷോ തുടങ്ങും. അതുപോലെ മിത്ര എന്ന് പറഞ്ഞിട്ട്, PM മിത്ര എന്ന് പറഞ്ഞിട്ട് മേലുകാവും മറ്റും, അങ്ങനെ ഒരു നന്ദകുമാർ കളത്തിൽ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ, അങ്ങനെ ഒരു കുറേ മജീഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരുപാട് മജീഷ്യൻസ് വരുമ്പോഴും ഇത്തരത്തിലുള്ള മാജിക് പ്രൊമോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് മജീഷ്യൻസ് ആവശ്യമായ പല സാമഗ്രികളും സപ്ലൈ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബോക്സിൽ നിന്നൊരു ഫ്ലവർ എടുക്കണം. ആ ഫ്ലവർ ഒതുങ്ങി നിൽക്കുന്ന ഫ്ലവറും എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വിടർന്ന് വരികയും വേണം. ആ ടെക്നിക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ വിൽപ്പനക്ക് തയ്യാറാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ആളുകളുടെ നിന്ന് സാധനം വാങ്ങുമ്പോൾ പല പെട്ടികളായിരിക്കും. പക്ഷെ പെട്ടികളിൽ നിന്ന് വരുന്ന സാധനം പലപ്പോഴും സാമ്യതയുള്ളതായിരിക്കും. അപ്പോൾ അത് ഇപ്പം വേറൊരാളും അതേപോലത്തെ സാധനം ചെയ്യുന്നു, അതിനൊരു ക്വാളിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ല, ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ആലോചന.
അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധ ഒരു സാഹസിക ജാലവിദ്യയിലേക്ക് തിരിയുന്നത്. അഡ്വഞ്ചറസ് മാജിക്. അപ്പം അത് കോളേജ് അഡ്വഞ്ചറസ് മാജിക് ആദ്യമായിട്ട് താങ്കളാണോ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ? അല്ല, അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷേ അതിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു രൂപം ആകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചില മറ്റേ കൈകാലുകൾ കെട്ടി ഏറ്റവും അഡ്വഞ്ചറസ് ചെയ്തതാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ കാണുന്ന ഒരു സീൻ. അതായത് റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് എന്ന് പറയുന്ന ജാലവിദ്യയാണ്. അത് അതിസാഹസികമായ ഒരു ജാലവിദ്യയാണ്. അതായത് മാന്ത്രികനെ അതിൻ്റെ ആ കൺസെപ്റ്റ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നു. മാന്ത്രികനെ കയ്യാമം വെക്കുന്നു, ഷാക്കിൾ ചെയ്യുന്നു, കാല് ലോക്ക് ചെയ്യുന്നു, കംപ്ലീറ്റ് ഇരുമ്പ് ചങ്ങലയിൽ ചുറ്റിയിട്ട് ഏതാണ്ട് 1 ഡസൻ താഴുകൾ ഇട്ടിട്ട് എല്ലാ ജംഗ്ഷനിലൊക്കെ പൂട്ടുകയാണ്. പൂട്ടിയതിന് ശേഷം മാന്ത്രികനെ എടുത്ത് റെയിൽവേ ട്രാക്കിൽ കടത്തും. ഈ കൈ ഒരു ട്രാക്കുമായും കാല് മറ്റേ ട്രാക്കുമായും ലോക്ക് ചെയ്യും. ഈ ഫൈനൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ വളരെ ദൂരത്തുനിന്ന് വരുന്നത് കാണാം. ഇറ്റ് ഈസ് കമ്മിങ് വിത്ത് എ ഹൈ സ്പീഡ് വന്നുകൊണ്ടിരിക്കുക. ഈ ഓരോ സാധനങ്ങൾ പൂട്ടി താക്കോൽ അത്രയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഒരുപാട് ജനം. അതിപ്പോൾ റെയിൽവേ പെർമിഷൻ തന്നോ? അത് റെയിൽവേ പെർമിഷൻ തന്നില്ല. ഒരു സാഹസികമായ കഥയാണ്. അത് തന്നെ ഒരു വലിയ കഥയായിട്ട് പറയാനുണ്ട്. എങ്കിലും ഞാൻ സമയം നമുക്ക് വളരെ കുറവാണ്. അതായത് ഞാൻ ഈ ജാലവിദ്യ പരിപാടി പ്ലാൻ ചെയ്തിട്ട് ആദ്യം റെയിൽവേയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കണ്ടു. ഈ കാര്യങ്ങളൊന്നും പറയാതെ ഇങ്ങനെ ഒരു മാജിക്കിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിച്ച് തുടങ്ങിയപ്പം ഇദ്ദേഹം നേരെ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഈ കുറച്ചുചാടുന്നൊക്കെ പറയല്ലേ, അതായത് റെയിൽവേൻ്റെ സ്ഥലത്തൊന്നും നിങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല, അത് നിങ്ങൾ പെർമിഷൻ ചോദിച്ചാൽ തന്നെ ആക്കുലാവും എന്നുള്ള രൂപത്തിൽ ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് ആ വഴിക്ക് അത് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ കുറച്ച് ആലോചിച്ചപ്പം ഇപ്പോൾ റെയിൽവേയോട് നമ്മളൊരു പെർമിഷൻ ചോദിച്ചിട്ട് റെയിൽവേ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ആക്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻസൾട്ട് ചെയ്യലാണ്. ഈ പരിപാടി നടത്താൻ ഞാൻ ആദ്യം അങ്ങോട്ട് തീരുമാനിച്ചു. എന്നിട്ടാണ് നമ്മൾ റെയിൽവേനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ റെയിൽവേയുടെ അനുമതിയോട് കൂടി ഇത് നടക്കില്ല എന്ന് പൂർണ്ണമായ ബോധ്യമായി. അപ്പം പിന്നെ എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്ലാൻ ചെയ്തു, വളരെ ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തു. റെയിൽവേയിലുള്ള അന്ന് റെയിൽവേയിൽ 2 പോലീസ് ഉണ്ട്, RPF RPF എന്ന് പറഞ്ഞാൽ അവരുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസൊക്കെ സേവ് ചെയ്യുന്നതിനും അതിനുള്ള സാധനമാണ്. RP ആണ് ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അവരാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ട ആളുകൾ. അപ്പം അന്ന് ഭാഗ്യവശാൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് RPയിൽ. അപ്പോൾ അദ്ദേഹവുമായിട്ട് അവിടുത്തെ SIയുമായിട്ട് സംസാരിച്ച്, അദ്ദേഹം ഒരു കലാപ്രിയനൊക്കെ ആയിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചില കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന്, ഇത് നിങ്ങൾ മുൻകൂട്ടി പ്രചാരണം നടത്താൻ പാടില്ല. നമ്മളിത് ചെയ്യുന്ന പബ്ലിസിറ്റിക്കാണ്, പക്ഷെ പ്രീ പബ്ലിസിറ്റി പാടില്ല. കാരണം പ്രീ പബ്ലിസിറ്റി ചെയ്തു കഴിഞ്ഞാൽ റെയിൽവേ ഇൻ്റലിജൻസ് ഇങ്ങനെ ഒരു അനധികൃത സാധനം നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഞങ്ങൾക്ക് വന്ന് നിങ്ങളെ പിടിച്ചു കൊണ്ടുവരേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സ്വകാര്യമായിട്ടൊക്കെ പ്ലാൻ ചെയ്താലും റെയിൽവേ ഇൻ്റലിജൻസ് അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ലോ വയലേഷനാണ്. ലോ വയലേഷന് സ്പോട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കുറ്റമാണ്. ഇപ്പം ഇന്നലെ നിങ്ങൾ വാഹനത്തിൽ ഓവർലോഡ് പോയി എന്ന് പറഞ്ഞിട്ട് ഇന്ന് നിങ്ങളുടെ പേരിലൊരു കേസ് ചാർജ് ചെയ്താൽ അതിന് വലിയ ഇതില്ല. അതേ സമയത്ത് ഓവർലോഡ് പോകുന്ന സമയത്ത് നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ കേസ്. അതേപോലെ റെയിൽവേയുടെ സ്ഥലത്ത് നിങ്ങൾ അനധികൃതമായി ആക്ട് ചെയ്യുന്ന സമയത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അന്ന് എന്തെങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഉടനെ അവിടുന്ന് രക്ഷപ്പെടും. അത് SIയുടെ നിർദ്ദേശമാണ്. അപ്പം അന്ന് ഞങ്ങൾ വളരെ സെറ്റായിട്ട്, അന്ന് നമുക്ക് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല, ബൈക്കായിട്ട് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ് പോലീസ് സ്റ്റേഷനിൽ, അവിടുന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? അത് CH ഫ്ലൈ ഓവർ, അതായത് ടാഗോർ സെൻ്ററിൻ്റെ. അപ്പോൾ ഇവിടെ അന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരാൾ, എൻ്റെ ഒരു ഏജൻറ്റ് അവിടെ നിൽക്കുന്നു, പുറത്ത് മോട്ടോർ ബൈക്കായിട്ട് ഒരാൾ നിൽക്കുന്നു. പോലീസ് പുറപ്പെടുകയാണെങ്കിൽ ഇവർക്കൊരു സിഗ്നൽ കൊടുക്കും. സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ബൈക്കിന് ആളവിടെ വന്ന് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പ്ലാൻ. അങ്ങനെ ഈ പരിപാടി. പിന്നെ അന്നേ ദിവസം രാവിലെ, പ്രോഗ്രാം ദിവസം രാവിലെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ
ഞാനൊരു നോട്ടീസ് വിതരണം ചെയ്യുകയാണ്. അതായത് CH ഫ്ലൈ ഓവറിനടുത്തൊരു ന്യൂ നളന്ദ ഹോട്ടലുണ്ട്. അപ്പോൾ ന്യൂ നളന്ദ ഹോട്ടലിൽ വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മാജിക്കിൽ ഒരു ഹിസ്റ്റോറിക് ഇവൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പത്രക്കാർ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള പത്രക്കാരായിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ട് പ്രദീപ് വിളിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വൈകുന്നേരം അവരവിടെ വരുന്നു. 4 മണിക്കാണ് എത്തുന്നത്. 5 മണിക്കാണ് മെയിൽ വരുന്നത്. 5:10 ആ സമയത്താണ് പരിപാടി. അപ്പോൾ ഇവിടെ നമ്മളെല്ലാ സജ്ജീകരണവും റെഡിയാക്കി വെച്ച് അവിടുന്ന് അവർക്ക് ബ്രീഫ് ചെയ്യുന്നു. അതോടൊപ്പം പോലീസിനെ ഇടപെടുത്താനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തി നോക്കിയിരുന്നു. പക്ഷെ അത് അവിടുന്ന് പോലീസുകാരുമായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം അതിൻ്റെ മുന്നേ തന്നെ ഒരുക്കിയിരുന്നു. കോഴിക്കോട് മേയർ മോഹസിൻ ആയിരുന്നു, മോഹസിൻ സാറായിരുന്നു. അപ്പോൾ പുള്ളിനെ ഈ പരിപാടിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യമായിട്ട് ശ്രമിച്ചു. കാരണം ഈ ഹൗഡിനിയുടെ എസ്കേപ്പുകളിലൊക്കെ അതിൻ്റെ വിശ്വാസ്യത വരുത്തുന്നത് സ്ഥലം മേയർ അതുപോലെയൊക്കെയുള്ള ആളുകൾ വരികയും അവർ ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴുള്ള ഒരു ഒതൻറ്റിസിറ്റി ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഈ അത്യാവശ്യം വായിച്ച് ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തി. പ്രദീപ് എന്നാൽ എനിക്ക് അതിനേക്കാൾ നല്ല വേദി ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഞാൻ ഒഴിഞ്ഞു പോവില്ല എന്ന് ബോധ്യപ്പെട്ട് വീണ്ടും വീണ്ടും കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോലീസ് കമ്മീഷണറെ ഇന്ന് കാണി, ഞാൻ പോലീസ് കമ്മീഷണറോടൊന്ന് പറയാം, എന്നിട്ട് കമ്മീഷണർ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കമ്മീഷണർ ഓക്കെ പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. കാരണം അതിലൊരു സ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ മേയർ പറഞ്ഞ പ്രകാരം കമ്മീഷണറെ കണ്ടു. 2-3 സിറ്റിംഗ് ഒക്കെ ആയിരുന്നു. സിബി മാത്യൂസ് അദ്ദേഹമായിരുന്നു അന്ന് കമ്മീഷണർ. അപ്പോൾ അദ്ദേഹം 2-3 റൗണ്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട്, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു കാര്യം ചെയ്യാമോ, നിങ്ങൾ ഈ എന്താണ് ചെയ്യാൻ പോകുന്ന പരിപാടി ഒന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊന്ന് അഡ്വക്കേറ്റായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഏത് ലെവലിൽ ചിന്തിക്കുന്നു എന്ന് അറിയാനാണ്. ഞാൻ അനധികൃതമായൊരു സാധനം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എഴുതി കൊടുത്താൽ അവിടെ വെച്ചിട്ട് എന്നെ അപ്പോൾ അത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പുള്ളി ചിരിച്ചോ ഒക്കെ എന്നും പറഞ്ഞിട്ട് തട്ടി വിട്ടു. അല്ല, അത് ഒന്ന് അതായത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ, കാരണം അവർ ഒരുപാട് ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആൾക്കാരാണ്. സിവിൽ സർവീസ് ആണ്. അതെ അതെ. പിന്നെ അങ്ങനെയാണ് രംഗത്തേക്കാൾ വന്നോ? അല്ല, സിബി മാത്യൂസ് വന്നു. മേയർ വന്നില്ല. അല്ല, മേയർ വന്നു. സിബി മാത്യൂസിന് മറ്റേ പിന്നെ AC-നെ വിളിച്ചിരുന്നു. അപ്പോൾ AC എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അന്ന്, ശ്രീധരേട്ടൻ, ട്രാഫിക്കിൻ്റെ AC. അദ്ദേഹം അതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കുമ്പോൾ പുള്ളി ഒരു അത്യാവശ്യം എന്തിനും തയ്യാറുള്ള ഒരാളാണ്. അത് ഈ കാരണം കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കുക എന്ന് പറയുമ്പോൾ കണ്ണ് കെട്ടി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ ഓടിച്ചിട്ടില്ല. അതെ അതെ അതെ. അതിന്റെ മുൻപ് അതൊരു ഫുൾ ഡേ, രാവിലെ 7 മണിക്ക് തുടങ്ങി. എവിടെ നിർത്തിയിട്ടില്ലേ? ഇവിടുന്ന് ഫസ്റ്റ് ഹോൾട്ട് ഈസ് അറ്റ് തൃശ്ശൂർ. ഇവിടുന്ന് കണ്ണ് കെട്ടിയിട്ട് തൃശ്ശൂർ എത്തി. പിന്നെ അവിടുത്തെ പത്രക്കാർ അയക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഒരു ചായ കൂടി ഒരു പത്രസമ്മേളനം, അത് കഴിഞ്ഞ് അവർ കെട്ടുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഒരു വണ്ടി ഏർപ്പെടുത്തിയിട്ട് കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ ആളുകൾ, കാരണം ഞാൻ പോയി എന്ന് ഞാൻ മാത്രം പറയുന്നു. അപ്പം റെയിൽവേ ട്രാക്കിലേക്ക് വന്നിട്ട് ഈ സാധനത്തിൽ അന്ന് പിന്നെ മേയർ, 2 MLA-മാർ, CP കുഞ്ഞു, M ദാസൻ, 2 MLA-മാരും എല്ലാം വന്നിരുന്നു. അങ്ങനെ ലോക്ക് ചെയ്തു. എന്തായാലും സന്ദർഭവശാൽ ആ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടന്നു. വൈക്കം എല്ലാം ലോക്ക് ചെയ്തിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ അതിന്റെ മുഖ്യ അതിഥിയായിട്ട് വന്നിട്ട് ഓരോരുത്തർ ലോക്ക് ചെയ്തിട്ട് അതിലെ ഒരു അവർക്ക് എന്നിലൊരു വിശ്വാസം അങ്ങനെയാണോ? ശരിക്കും എന്നാലും ആ ഒരു വിശ്വാസത്തിൽ, കാരണം എനിക്ക് ഒരു 101% കോൺഫിഡൻസ്, 101% എന്ന് പറഞ്ഞ മാതിരി തന്നെ ഉള്ള കോൺഫിഡൻസ് ആണ്. കാരണം എന്താ പറഞ്ഞാൽ ലൈഫല്ലേ വെച്ച് കളിക്കുന്നത്. അപ്പം എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. എൻ്റെ കോൺഫിഡൻസിന് അവർ വിശ്വാസത്തിൽ കടന്നു പോകുന്ന രംഗം എന്തായിരുന്നു അന്ന്? അതായത് ഇങ്ങനെ കടത്തി ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കവർ ഇടുന്നു, ട്രെയിൻ അതിവേഗം അങ്ങോട്ട് കടന്നു പോകുന്നു. കടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പുറത്ത് എല്ലാം വെച്ചിട്ട് ട്രാക്കിൻ്റെ പുറത്ത് കടന്നിരിക്കും. ട്രെയിൻ അങ്ങ് പോയി, ഇവിടെ കിടത്തിയ ആളുകളിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നു.
അതിനെന്താണ് പേര് പറഞ്ഞ മാജിക്? റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് മാജിക്. റെയിൽവേ ട്രാക്ക് എസ്കേപ്പ്. പേടി ഉണ്ടായിരുന്നു അന്നേരം? നിങ്ങൾക്ക് പേടിയില്ല? നിങ്ങൾക്ക് 100% കോൺഫിഡൻസ്? അതായത് ഒരു 5 മിനിറ്റിൻ്റെ ഒരു ആക്റ്റാണ്. അതിന് ഒരു 4-4.5 വർഷത്തെ നിരന്തരമായ പരിശ്രമമുണ്ട്. 4.5 വർഷത്തെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഈ 5 മിനിറ്റ് ആക്ട് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ബഷീർ എന്ത് പറഞ്ഞു വന്നു നിങ്ങളോട്? അപ്പോൾ അതിൽ ആ സമയത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ ലോക പ്രശസ്ത രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ആശാനായിട്ട് അറിയപ്പെടുന്ന ഹാരി ഹൗഡിനി എന്ന് പറയുന്ന മജീഷ്യൻ ഉണ്ട്. ഹാരി ഹൗഡിനി, അതാണ് ഹുഡിനുമായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പതിപ്പായിട്ട് മാറാനുള്ള ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയതെന്നാണ് പ്രദീപ് എന്നുള്ളത് പ്രദീപ് ഹുഡിനോ ആയിട്ട്. ഹുഡിനോ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ഹുഡിനോ ആക്കി മാറ്റി. അതാണ് താങ്കളുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ആ ജാലവിദ്യക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് ഓഫ് മജീഷ്യൻസ്, അവരുടെ മുഖമാസിക അതായത് 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ 1900-ന് ശേഷം 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഏഷ്യയിൽ നിന്ന് ഒരുപാട് വാർത്തകൾ വരുമെങ്കിലും വ്യക്തിഗത സാഹസിക ജാലവിദ്യയുടെ ഒറ്റൊരു കേസ് ഇതായിരുന്നു. അത് ലോക റെക്കോർഡായി മാറി. അതിന് പറയാ റെയിൽവേ എസ്കേപ്പ്, റെയിൽവേ ട്രാക്ക്. നിങ്ങളുടെ ഈ മാജിക് വേൾഡ് അത് ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണത്? മാജിക് തീം പാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് എവിടെയാണ് മാജിക് തീം പാർക്ക്? കണ്ടംകുളത്താണ്. കണ്ടംകുളം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായി. എന്താണ് അവിടെയുള്ള പ്രത്യേകതകൾ? വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടത്. അവിടെ അതായത് ഒരു മാജിക് പഠിച്ചു തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ കോളേജിലൊക്കെ ഉണ്ടാകുമ്പോൾ വായനയും കേട്ടറിവിൽ നിന്നൊക്കെ ഷേക്സ്പിയർ തിയേറ്ററിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് നാടകം കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഏത് ദിവസം വേണമെങ്കിലും നാടകം പോയി കാണാവുന്ന ഒരവസ്ഥ. സിനിമ കാണാൻ കാലത്ത് നമുക്ക് അങ്ങനെ ഒരവസ്ഥയില്ല, ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ലണ്ടനിൽ ഇങ്ങനെ ഒരു ഷേക്സ്പിയർ തിയേറ്ററൊക്കെ ഉള്ളതായിട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാജിക്കിന് അങ്ങനെ ഒരു തിയേറ്റർ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നുള്ള ഒരാലോചന. ഒരാൾക്ക് ഒരു കുട്ടിക്ക് ഒരു കുടുംബത്തിന് മാജിക് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാജിക് സ്ഥിരമായിട്ട് നടക്കുന്നൊരു സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് അതാണ് മാജിക്. അല്ല, അത് അതിലേക്ക് വരുന്നത് അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിന്ന് പിന്നീട് ഞാൻ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു ഇലക്ട്രോണിക്സ് ബിസിനസ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ കണ്ടംകുളം എന്ന് പറഞ്ഞാൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ലിങ്ക് റോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഇങ്ങേ എൻഡിനാണ് കണ്ടംകുളം ഏരിയ എന്ന് പറയുന്നത്. തളി ക്ഷേത്രമൊക്കെ നിൽക്കുന്ന. അപ്പോൾ അതിനടുത്ത് ആണ് ഈ ഇലക്ട്രോണിക്സ് വില്ലേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഗോഡൗൺ നിൽക്കുന്ന പ്രദേശത്ത് ഒരു ചെറിയ തിയേറ്റർ, ഒരു 100 ആൾക്ക് ഇരിക്കാവുന്ന ഒരു തിയേറ്ററിനുള്ള സ്ഥലം വാടകയ്ക്ക് സൗകര്യപ്രദമായിട്ട് ലഭ്യമായി. അപ്പോൾ അവിടെ ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച്, പക്ഷേ അതിൻ്റെ ഒരു പ്രാഥമിക ആലോചനകളൊക്കെ നടത്തിയപ്പോഴും ജ്യേഷ്ഠൻ എന്നോട് അതിൻ്റെ ഒരു എന്തായിരിക്കും അതിൻ്റെ ഒരു വരവ് ചെലവും കാര്യങ്ങളും എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. കാരണം നമ്മൾ ഈ കലയുടെ ആവേശത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇത് വർക്കൗട്ട് ആവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ തൽക്കാലം ആ സ്ഥലം ഈ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഗോഡൗണായി നിർത്തി. അതിനിടയ്ക്കുള്ള ഒരു 5-6 കൊല്ലക്കാലത്ത് കൊണ്ട് ലോകത്തിൽ ഏതാണ്ട് ഒരു ഡസനിലധികം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പല പരിപാടികളുമായും അതുപോലെ ബിസിനസ്സുമായിട്ടുമൊക്കെ ബന്ധപ്പെടാൻ യാത്ര ചെയ്യാൻ അവസരമുണ്ടായി. ഏഷ്യൻ കൺട്രീസും അതുപോലെ യൂറോപ്പിലെ ലിഡോ തിയേറ്റർ, പാരീസിലെ വളരെ പ്രസിദ്ധമായ, പിന്നെ ലോകം മുഴുവൻ നടന്ന് ഈ മാജിക്കിന്റെ പൾസ് അറിയാൻ സാധിച്ചു. സൺ സിറ്റി മറ്റേ സൗത്ത് ആഫ്രിക്കയിൽ, അതുപോലെ USA ഇങ്ങനെ തുടങ്ങിയ പല സ്ഥലത്തും പോയപ്പോൾ അവിടെയൊക്കെ ഈ തീം പാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്, അതുവരെ നമ്മളൊരു മാജിക് തിയേറ്ററാണ് സങ്കല്പിച്ചത്. തീം പാർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്, തീം പാർക്ക് നമുക്ക് ആ കാലത്ത് അത്ര പരിചിതമായിരുന്നില്ല. നമുക്കിവിടെ തീം പാർക്ക് വരുന്നത് വാട്ടർ തീം പാർക്ക്, അല്ല മജീഷ്യൻസ് അല്ല, വേറെ ഒന്നും നമ്മളുടെ പേരിലുണ്ടായിരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് എന്ന് പറഞ്ഞ ഒരു തീം പാർക്കാണ്. അതിനെ പക്ഷേ നമ്മൾ തീം പാർക്ക് എന്ന് വിളിച്ചിരുന്നില്ല. അതുപോലെ ഇങ്ങനത്തെ ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ പല രൂപത്തിലുള്ള പാർക്കുകൾ യഥാർത്ഥത്തിലുണ്ട്. പക്ഷെ നമ്മൾ അതിനെ തീം പാർക്ക് എന്ന് വിളിച്ച് തുടങ്ങുന്നത് ഈ വാട്ടർ തീം പാർക്കുകൾ ആണ്. അപ്പോൾ ഈ പല സ്ഥലത്തും ഇങ്ങനെ പോയ പല സ്ഥലത്തും അവിടങ്ങളിലൊക്കെ
ഉള്ള പരിപാടികൾ ചിലപ്പോൾ അവിടെ ഒരു ക്രൗഡ് വരുന്നത് കുറയുമ്പോൾ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാജിക് പരിപാടികൾ ബുക്ക് ചെയ്യുക എന്നുള്ളത് പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗത്തും കണ്ടുവരുന്ന ഒന്നായി. അപ്പോൾ ഈ ആളെ കൂട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് മാജിക്കിന് ഉപയോഗിക്കുന്ന പല തീം പാർക്കുകളും എങ്കിൽ എന്തുകൊണ്ടുണ്ട് മാജിക് തീം പാർക്ക് ആയിക്കൂടാ? ആ കൺസെപ്റ്റിൽ നിന്നാണ് ഇപ്പോൾ അവിടെ മാജിക് തീം പാർക്കിൽ എന്തൊക്കെയാണ് ആ മാജിക് തീം പാർക്ക് നമ്മൾ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഷോസ്, അതുപോലെ അതിൻ്റെ പസിൽസ്, പിന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മളുടെ കൊറോണ പീരിയഡ് അതിനെ അപകടമായിട്ട് ബാധിക്കുകയും, കാരണം വാടകയ്ക്ക് എടുത്ത സ്ഥലമാണ്. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ 500,000 രൂപ പ്രതിമാസ വാടക കൊടുക്കണം. അപ്പോൾ ഈ കൊറോണൻ്റെ ആ പീരിയഡിലെത്തുമ്പോഴത്തേക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയാതെയായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് അത് സ്റ്റക്കായി വീണ്ടും തുടങ്ങാനുള്ള പരിപാടി ഉണ്ടോ? ആലോചന ഉണ്ട്. ഇപ്പോൾ ഈ ദേശീയ കൺവെൻഷനുകളിൽ പല സ്ഥലത്തും താങ്കൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു അനുഭവം എങ്ങനെയാണ്? വളരെ ചുരുങ്ങിയ വാക്കുകൾ. അതായത് ലോകത്തിൻ്റെ ഇന്ത്യയിൽ ധാരാളം ദേശീയ കൺവെൻഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ 1984 ഞാൻ ആദ്യത്തെ നാഷണൽ കൺവെൻഷനിൽ പങ്കെടുത്തത് ഡൽഹിയിൽ. അപ്പോൾ അവിടുത്തെ പശ്ചാത്തലം കണ്ടിട്ട് ഞാൻ അപ്പോഴത്തേക്ക് അതിൻ്റെ മുന്നേ നമ്മളിപ്പോൾ കോളേജ് യൂണിയൻ്റെയും മറ്റു പ്രവർത്തനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സംഘാടനത്തിൽ എനിക്ക് ചില ധൈര്യമുണ്ട്. അപ്പം ആ 84 ഡൽഹിയിൽ കൺവെൻഷന് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ച് തീരുമാനിച്ചു, അനധിവിദൂര ഭാവിയിൽ കോഴിക്കോട് ഇതുപോലൊരു സാധനം ഞാൻ നടത്തുമെന്ന് അവിടെ തന്നെ ഡിസൈഡ് ചെയ്തു. ആ സമയത്ത് തന്നെ കുറേ ആളുകൾ നമ്മളതായിട്ട് ആ ഉദ്ദേശത്തിൽ ബന്ധപ്പെടുകയും 1988 കാലിക്കറ്റിൽ കേരളത്തിൽ ആദ്യത്തെ ഓൾ ഇന്ത്യ മാജിക് കൺവെൻഷൻ. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ ഓൾ ഇന്ത്യ മാജിക് കൺവെൻഷൻ സംഘടിപ്പിച്ച താങ്കളാണ് കാലിക്കറ്റിൽ. യെസ്. ഈ പ്രൊപ്പല്ലർ എസ്കേപ്പ് എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഒരു വ്യത്യസ്തതക്ക് വേണ്ടിയിട്ടുള്ള പ്രൊപ്പല്ലർ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ നമ്മളുടെ മറ്റേ കപ്പലിൻ്റെ മുന്നിലുള്ള പ്രൊപ്പല്ലർ, അതിന് പകരം നമ്മൾ കുറച്ചും കൂടി വലിയ രീതിയിലുള്ള പ്രൊപ്പല്ലർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പ്രൊപ്പല്ലർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും സ്റ്റേജിൽ നിന്ന്. അതിനുശേഷം ഈ മജീഷ്യൻ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. പിന്നെ മുന്നിൽ ചെറിയൊരു മറവ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രൊപ്പല്ലറിനുള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കടത്തും. അതാണ് റോപ്പ് മാജിക്കോ ഇന്ത്യൻ റോപ്പ് മാജിക് എന്ന് പറയുന്നത്. ഇന്ത്യൻ റോപ്പ് മാജിക് എന്ന് പറയുന്നത് ഒരു മിത്ത് മാതിരിയുള്ളൊരു സാധനം. അതായത് പറയപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഓഡിറ്റോറിയത്തിലല്ല, സ്റ്റേജിലല്ല, പുറത്ത് മാന്ത്രികൻ ഒരു വലിയ കമ്പക്കയറിൻ്റെ കെട്ടുമായിട്ട് വരുന്നു. ഒരു കൂടക്കകത്ത് ഈ സാധനം ഇട്ടിട്ട് മകുടി ഊതുമ്പോൾ ഇതങ്ങനെ വായുവിലേക്ക് ഉയർന്നു പോകുന്നു. അങ്ങനെ ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു മാജിക് ട്രാൻസിൽ അതിനെ റിജിഡാക്കി മാറ്റുന്നു. തൻ്റെ കൂടെയുള്ള ഒരു കുട്ടീനെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വിടുന്നു. ഇവൻ മുകളിൽ നിന്ന് അപ്രത്യക്ഷമായി മജീഷ്യൻ വീണ്ടും വിളിച്ചിട്ട് കുട്ടി തിരിച്ചു വരുന്നില്ല. ഉടനെ ക്രുദ്ധനായിട്ട് മജീഷ്യൻ ഒരു വാളുമായിട്ട് കയറിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ആകാശത്തിൽ 2-3 വീശൽ വീശുമ്പോൾ ഈ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുമെന്നും, അതിനുശേഷം മാന്ത്രികൻ താഴെ ഇറങ്ങി കോപമൊക്കെ ശമിച്ചപ്പോഴത്തേക്ക് ഈ കയറും ചുരുങ്ങി അവിടെ വീണു. ഈ കഷ്ണങ്ങളെല്ലാം എടുത്ത് കൂടക്കകത്തിട്ടിട്ട് ഒരു തുണി ഇട്ട് മൂടുമ്പോൾ ആ കുട്ടി ജീവൻ അത് ഒരു ഗുണ്ടത്തിലേക്ക് താങ്കൾ എങ്ങനെ എത്തുന്നത്? ഗുണ്ടത്തിലേക്ക് എത്തുന്നത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 1994 ജൂലൈ 5 മരണപ്പെടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത വർഷം 95 ആരും ക്ഷണിക്കാതെ ഒരു പരിപാടി ഇല്ലാതെ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഒന്നാം ചരമവാർഷികം ഓർഗനൈസ് ചെയ്തിട്ടില്ല? അല്ല, വലിയ പരിപാടികളൊന്നും, ഒരു പരിപാടി അങ്ങനെ ഒരു അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒന്ന് ഒത്തുചേരുക എന്നുള്ളൊരു രൂപത്തിൽ അവർ പ്രതീക്ഷിച്ചതിനെയൊക്കെ മറികടന്നു ആളുകൾ വന്നു. പിന്നെ അങ്ങനെ അതിങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ മാംഗോസ്റ്റിനും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വീട്ടിലെ കുറച്ച് സാധന സാമഗ്രികളുള്ള മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പം അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞ പ്രതിവട്ടം നമുക്കൊരു മാജിക്കും കൂടി ഒരു സ്ഥലത്തായാൽ കുറേ കുട്ടികളെയൊക്കെ നമുക്ക് അങ്ങോട്ടും അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് കളിക്കാമല്ലോ. അങ്ങനെ മാജിക്കൊക്കെ അതിൻ്റെ ഭാഗമായി. ഇങ്ങനെ ഒരു 1/4 നൂറ്റാണ്ട് അങ്ങനെ കടന്നു പോയപ്പോൾ ഞാൻ തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ടൊരു ചിന്ത കഴിഞ്ഞു. ഈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് ഒരു ഫാമിലി പ്രോപ്പർട്ടി അല്ല.
അതേ സമയത്ത് ഒരു കുടുംബം ഒരു സാഹിത്യകാരന് 4 നൂറ്റാണ്ടിലധികം തുടർച്ചയായിട്ട് ഇങ്ങനെ ഓർമ്മ ദിനം നടത്തുന്നത് മറ്റേതെങ്കിലും സാഹിത്യകാരന്മാർക്കുള്ളതായിട്ട് നമ്മളുടെ മൺമറഞ്ഞു പോയ സാഹിത്യകാരന്മാർക്ക് അത്ര ഒരു ഭാഗ്യമില്ല. അപ്പം ഇത് നമ്മൾ ഇടപെടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരമദിനം മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമുണ്ട്. ആ ജന്മദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചരമദിനം ജൂലൈ 5 പെരുമഴയത്താണ്. ജന്മദിനമാകട്ടെ ജനുവരി മാസം 3rd വീക്കാണ്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നാട്ടുകാർ ജന്മദിനം കൊണ്ടാടാൻ തീരുമാനിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഒരു പ്രചാരണം 25 വർഷം കഴിഞ്ഞപ്പം ഇത് പ്രചരിപ്പിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഈ വാട്സപ്പുകളൊക്കെ വ്യാപകമായി വന്ന സമയം. അപ്പം ഞാൻ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ മറ്റേ പൂർവ്വ വിദ്യാർത്ഥി സമിതിയുടെ പ്രസിഡൻ്റായി. അപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ ലോകവ്യാപകമായിട്ട് ഇവിടുന്ന് പോയ ആളുകളൊക്കെ അംഗമായിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതിലൊക്കെ ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ ഇട്ടു. അപ്പോൾ എനിക്ക് ഒരു സ്വീഡനിൽ നിന്നൊരു പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടി എഴുതി, സാറേ യൂറോപ്പിൽ ഇങ്ങനെ ജർമ്മനിയിൽ ഒരു സ്ഥലത്ത് മലയാളം പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെന്ന്. അപ്പം അത് വളരെ കൗതുകരമായൊരു അനുഭവമായിരുന്നു, ഒരു അറിവായിരുന്നു. അപ്പം അന്വേഷിച്ച് പിടിച്ച് അവിടുത്തെ ഇത് ട്യൂബിംഗൻ സർവകലാശാലയാണെന്നോ അവിടെ ആ സാധനമൊന്നും എനിക്കന്ന് അറിയില്ല, ഒരു വിവരമില്ല. അപ്പം ഞാൻ അവർക്ക് ഇങ്ങനെ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ, കാരണം മലയാളം ഡിപ്പാർട്ട്മെൻ്റ് ആകുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാതെ ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു 10 ദിവസം മുന്നെയാണ്. അപ്പോൾ അവരെ എല്ലാ ആശംസകളും ഒക്കെ അറിയിച്ചുകൊണ്ട് അതോടെ ആ അധ്യായം അവസാനിച്ചു. പിന്നീട് എൻ്റെ മകളുടെ വിവാഹം ചെയ്തത് ഒരു പയ്യൻ ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. അയാൾ തലശ്ശേരിക്കാരനാണ്. യഥാർത്ഥ തലശ്ശേരി എന്ന് പറഞ്ഞാൽ പാനുണ്ട ആണ് അവരുടെ വീട്. ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്, ജർമ്മനിയിലാണ്. അപ്പോൾ ജർമ്മനിയിൽ മകള് സ്റ്റേറ്റ് ബാങ്കിൽ ബോംബെയിൽ ജോലി ചെയ്യുന്നു. 2 വർഷത്തെ ലീവ് എടുത്തിട്ട് അവരങ്ങോട്ട് പോയി. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾ ഞങ്ങളെ ഒന്ന് ക്ഷണിച്ചു, അച്ഛനും അമ്മയൊക്കെ ഒന്ന് ജർമ്മനി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ച്. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഈ ഓർമ്മ വരുന്നതും ട്യൂബിംഗൻ സർവകലാശാല. അപ്പം ഞാൻ അവർക്ക് എഴുതി, ഞാനിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഉടനെ അവർ റിപ്ലൈ ചെയ്തു, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 സജഷൻ വെച്ചു. മലയാളം ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതുകൊണ്ട് മൈ എക്സ്പീരിയൻസ് വിത്ത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളൊരു കാര്യം ചെയ്യാം. രണ്ടാമത് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ക്രിയേറ്റിംഗ് ഇല്യൂഷൻ, അതായത് മാജിക്കിൻ്റെ മറ്റൊരു പ്രസൻറ്റേഷൻ. അപ്പോൾ ഇത് എഴുതിയപ്പോൾ അവർ രണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിൽ ഗിവ് യു 2 hours ടൈം, ഒരു 1 hour നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറായിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ കുറച്ച് മാജിക്കുമായിട്ട് നമുക്ക് ഈ പരിപാടിനെ ഗംഭീരമാക്കാം. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഇത് മലയാളം ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പിൽ മലയാളം പഠിച്ച ആളുകളെടുത്ത് നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് പ്രസൻറ്റേഷൻ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ് എന്നാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിച്ചിട്ട് അവിടെ ചെല്ലുന്നു. ആ അന്വേഷണത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മലയാളം ഡിപ്പാർട്ട്മെൻറ്റും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് മറ്റേ കുണ്ടർട്ട് ഫൗണ്ടേഷനാണ് എന്നും, അതിനേക്കാൾ ഉപരി ഗുണ്ടർട്ടിനെ കുറിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. പിന്നെ തലശ്ശേരിക്ക് ഇങ്ങനെ പോകുമ്പം ഗുണ്ടർട്ടെന്ന് ഓർമ്മയിൽ വരും എന്നല്ലാണ്ട് ഈ മനുഷ്യനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവസരം ഉണ്ടായി. വളരെ യഥാർത്ഥത്തിൽ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു വ്യക്തി, ഭയങ്കരമാണ്. അത് തലശ്ശേരിക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം. ഞങ്ങളൊക്കെ എപ്പോഴും അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കതിലൊരു വലിയൊരു എന്താണ് പരിഭവവും പരാതിയൊക്കെ അദ്ദേഹത്തെ വേണ്ടത്ര അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഞാനൊരു ചെറിയൊരു പരിശ്രമം ഞാൻ നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി ഞങ്ങളുടെ MLA ആണ്, ബേപ്പൂർ MLA മുഹമ്മദ് റിയാസാണ്. അത് ഒരു ലിറ്റററി സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും വരേണ്ടുന്ന ഒരു പോയിന്റാണ് എന്നുള്ളത്. എന്താണ് ഇനി താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബം, ജീവിത പങ്കാളി പേരെന്താണ്? ഉമ. എവിടുന്നാണ് കണ്ടെത്തിയത്? മാരീഡ് ആണോ, എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഒരു സാധാരണ എന്താ പറയുക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. കോഴിക്കോട് അവർ നടക്കാവിലാണ് താമസം. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ബേപ്പൂരിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിറ്റിയിലേക്ക് മാറിയതാണ്. അവർ കുറച്ചു കാലം ഒരു സ്കൂൾ മറ്റേ ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് ചെറിയൊരു സമയം വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ടീച്ചിങ്ങിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്
മക്കള് രണ്ടുപേര്. മൂത്തത് മകളാണ് ജർമ്മനിയിലുണ്ട് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആള് മകനാണ്. എന്ത് ചെയ്യുന്നു? മകൻ ഇപ്പം മറ്റേ IT ഫീൽഡിലാണ്. ഒരു TCSലായിരുന്നു ഇതുവരെ. പഠിത്ത സമയത്ത് മാജിക്കിന്റെ ഒരു ഭാവി എന്താണ് താങ്കൾ കാണുന്നത്? മാജിക് ഈ പുതിയ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വളർന്ന സ്ഥിതിക്ക് ഇനി മാജിക്കിന് എത്രമാത്രം സ്കോപ്പ് ഉണ്ട് എന്നുള്ളത്. അല്ല, ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു നാണയം അപ്രത്യക്ഷമാകുമ്പോൾ വിസ്മയിക്കാതിരിക്കാൻ കഴിയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളുണ്ട്. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രദീപ് ഹുഡിനുമായിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് 1, 2, 3, 4 എപ്പിസോഡൊന്നും പോരാ. അത്രയേറെ പറയാനുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. വൈക്കം മുഹമ്മദ് ബഷീറിലേക്കും പോകാനുണ്ടായിരുന്നു ഒത്തിരി. പക്ഷേ സമയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റിയിട്ടു. എന്നാലും പ്രദീപ് ഹുഡിനോ എന്ന മജീഷ്യൻ, അതുപോലെ തന്നെ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ്റെ ഒരു പ്രിയ ശിഷ്യൻ, ഗുണ്ടർട്ടിനെ തേടി നടക്കുന്ന ഒരു അറിവ് മനുഷ്യരിലേക്ക് പകരാൻ ശ്രമിക്കുന്ന, ഗുണ്ടർട്ടിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ, അങ്ങനെ പല തലത്തിലൂടെ നമ്മൾ കടന്നുപോയി അദ്ദേഹത്തെ നമുക്കൊരു പഠിക്കാനുണ്ട്. 4.5 വർഷം പണി, 4.5 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ 5 മിനിറ്റുള്ള ഒരു റെയിൽവേ ട്രാക്ക് എസ്കേപ്പ് ചെയ്യാനൊക്കെ ഒരു മനുഷ്യർ തയ്യാറെടുക്കും. അതിൻ്റെയൊക്കെ കഠിന പ്രയത്നം നാം പഠിക്കേണ്ടത് ഒത്തിരി കാര്യങ്ങൾ പ്രദീപ് ഹുഡിനോ നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇതൊരു പാഠമാകും, ഒരു പാഠപുസ്തകമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സമർപ്പിക്കുന്നു സക്സസ് സ്റ്റോറിയുടെ ഈ എപ്പിസോഡ് പ്രേക്ഷകർക്കും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി നൽകിയ പ്രദീപ് ഹുഡിനോയ്ക്കും നന്ദി, നമസ്കാരം.